ഹായ് ഓൾ, വെൽക്കം ടു PSC Eduvalley. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വേർഡിൻ്റെയും എക്സലിൻ്റെയും പവർ പോയിന്റിൻ്റെയും ഒരു ചെറിയ കമ്പാരിസൺ ആണ്. 2007 വേർഷൻ്റെ ചെറിയൊരു കമ്പാരിസൺ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏകദേശം 5 സ്ലൈഡാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഏകദേശം ഒരു 20 മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെയാണ് ഒരു ചോദ്യം എന്നിരിക്കട്ടെ. യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ വേർഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ എക്സൽ എന്നാകാം, അല്ലെങ്കിൽ യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ പവർ പോയിന്റ് എന്നാവാം. ഓക്കെ, വേർഷൻ 2007 ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിന്റെ പേരെന്താണ്? ഡോക്യുമെന്റ് എന്നാണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിന്റെ പേരെന്താണ്? അത് വർക്ക് ബുക്ക് എന്നാണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയലിന്റെ പേരാണ് പ്രസന്റേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യമാണ്. യുണീക്ക് ഫയൽ ക്രിയേറ്റഡ് ബൈ വേർഡ് ആകാം, എക്സൽ ആകാം, പവർ പോയിന്റ് ആകാം. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആൻസേഴ്സ് നോക്കുക. വേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ആണ്, എക്സൽ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ബുക്കാണ്, പവർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രസന്റേഷൻ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നമ്മളൊരു ഡോക്യുമെന്റിനകത്ത്, നമ്മളുടെ ഒരു വേർഡ് ഡോക്യുമെന്റിനകത്ത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് എത്ര പേജസ് ഉണ്ടായിരിക്കും? ഒരു പേജാണ് ഉണ്ടായിരിക്കുക. അതാണ് ഇവിടെ ഒരു ഗ്രൂപ്പാക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു കോളത്തിനകത്ത് കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ്. ഗ്രൂപ്പ് ഓഫ് പേജസ് ആണ് ഡോക്യുമെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേജസ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ആണ്. ഡീഫോൾട്ട് ആയിട്ട് എത്ര പേജസ് ഉണ്ടായിരിക്കും? ഒരു പേജാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പേജസ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുക, എക്സൽ ആണ്. എന്താണ്? ഗ്രൂപ്പ് ഓഫ് വർക്ക് ഷീറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വർക്ക് ഷീറ്റുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ വർക്ക് ബുക്ക് എന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ആണ്. ഗ്രൂപ്പ് ഓഫ് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വർക്ക് ബുക്കാണ്. ഇനി ഒരു വർക്ക് ബുക്കിനകത്ത് ഡീഫോൾട്ട് ആയിട്ട് എത്ര ഷീറ്റുകൾ ഉണ്ട്? അത് 3 ആണ് അല്ലേ? നമുക്കറിയാം 3 വർക്ക് ഷീറ്റുകളാണ് ഡീഫോൾട്ട് ആയിട്ടൊരു എക്സലിന്റെ വർക്ക് ബുക്കിനകത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് അതിന്റെ പേര് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. നമുക്കത് ചേഞ്ച് ചെയ്യാം, ആ ടാബ് കളർ മാറ്റാം എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി പവർ പോയിന്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പ് ഓഫ് നമ്മൾ സ്ലൈഡാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പവർ പോയിന്റിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്ലൈഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രസന്റേഷൻ. ഇപ്പൊ പ്രസന്റേഷൻ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ് എന്ന് പറയാം. ഇനി ഡീഫോൾട്ട് ആയിട്ട് എത്ര നമ്പർ ഓഫ് സ്ലൈഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്രസന്റേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് എത്ര നമ്പർ ഓഫ് സ്ലൈഡ്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക? അത് ഒരെണ്ണമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഒരു സ്ലൈഡ് ക്ലിയർ ആണ്. യുണീക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ഏതാണെന്ന് പറഞ്ഞു. അതുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാകാം. ഡീഫോൾട്ട് ഫയൽ നെയിം ഓഫ് വേർഡ് എന്നാകാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് ഫയൽ നെയിം ഓഫ് എക്സൽ എന്നാകാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് ഫയൽ നെയിം ഓഫ് പവർ പോയിന്റ് എന്നാകാം. അപ്പൊ ഈ ഒരു 3 തരത്തിൽ ഏത് ചോദ്യം വന്നാലും ഓർത്തിരിക്കാനാണ്. വേർഡിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് 1 ആണ്. ഓക്കെ, ഡോക്യുമെന്റ് എന്നാണ്. ആ യുണീക്ക് ഫയൽ എന്ന് പഠിച്ചു, അപ്പൊ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഡോക്യുമെന്റ് 1 ആണ് ഈ ഒരു വേർഡിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം വരുന്നത്. ഇനി എക്സലിനകത്തേക്ക് വരുന്ന സമയത്ത് കുറേ അധികം പേർക്കുള്ള ഒരു ടെൻഷനാണ്, അല്ലെങ്കിൽ കുറേ അധികം പേർക്കുള്ള ഒരു ഡൗട്ടാണ്. ഷീറ്റ് 1 എന്നാണോ ബുക്ക് 1 എന്നാണോ? ആ സമയത്ത് ഓർക്കുക, എക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന യുണീക്ക് ഫയൽ നെയിം നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക് എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫയൽ നെയിം ഡീഫോൾട്ട് ആയിട്ട് എന്തായിരിക്കും വരിക? ബുക്ക് 1 എന്നാണ്. അപ്പൊ ആ തരത്തിൽ കണക്ട് ചെയ്ത് ഓർക്കുക, നമ്മളുടെ ഡീഫോൾട്ട് ഫയൽ നെയിം, എക്സലിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്താണ്? ബുക്ക് 1 എന്നാണ്. ഇനി അടുത്ത കാര്യം പവർ പോയിന്റ് ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ PPT പ്രസന്റ് ചെയ്തോ എന്നൊക്കെയല്ലേ ചോദിക്കുന്നേ. ഒരു പവർ പോയിന്റിന്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്താണ്? അത് പ്രസന്റേഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ ആണ്. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെയാകാം. എക്സ്റ്റൻഷൻ ഓഫ് വേർഡ്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് എക്സൽ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് പവർ പോയിന്റ് എന്നാവാം. അതും ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഏത് ആപ്ലിക്കേഷന്റെ ആണ് എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പൊ 2 തരത്തിൽ ഇവിടെ ചോദിക്കാം. അപ്പൊ ഓർക്കുക, എക്സ്റ്റൻഷൻ ഓഫ് വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? .docx എന്നാണ്.
ഓക്കെ, എക്സൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡോട്ട് XLSX എന്നാണ്. ഇനി പവർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് PPTX എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ അവസാനം വന്നിരിക്കുന്ന എക്സിനെ ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്? അതിനവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? ലാസ്റ്റ് എക്സ് എന്താണ്? XML സ്റ്റാൻഡേർഡ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം. ആ ഒരു XML സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു DOC കഴിഞ്ഞ ഒരു എക്സ് ഉള്ളത്. അതുപോലെ എക്സലിൽ വരുന്ന സമയത്ത് XLS കഴിഞ്ഞ ഒരു എക്സ് ഉള്ളത്, അതുപോലെ PPT കഴിഞ്ഞ് ഒരു എക്സ് ഉള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്, പവർ പോയിന്റ് പ്രസന്റേഷൻ എക്സ്റ്റൻഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് .PPTX. ക്ലിയർ ആണ്? പവർ പോയിന്റ് പ്രസന്റേഷൻ എക്സ്റ്റൻഷൻ എന്താണ് എന്ന് ചോദിച്ചാലാണ് .PPTX. അതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്, പവർ പോയിന്റ് ഷോയുടെ എക്സ്റ്റൻഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് .PPSX ആണ്. ഓക്കെ, ക്ലിയർ ആണ്? പവർ പോയിന്റ് ഷോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളുടെ വീഡിയോ പോലെ ആയിരിക്കും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ലൈഡുകൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്ത് കാണാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു വ്യൂ ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഫയൽ നെയിമിന് ശേഷം ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. ആ ഡോട്ടിന് ശേഷം വരുന്ന കാര്യമാണ് എക്സ്റ്റൻഷൻ. ഒരു ഫയല് ഏത് ടൈപ്പ് ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന്റെ എക്സ്റ്റൻഷൻ ആണ്. പ്രോബബ്ലി 3 അല്ലെങ്കിൽ 4 ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു എക്സ്റ്റൻഷനകത്ത് ഉണ്ടായിരിക്കുക. ഇപ്പൊ നോക്കിയാൽ കാണാം .docx, അതുപോലെ ഇവിടെ കാണാം 4 ക്യാരക്ടർ ആണ് അല്ലെ. HTML എത്രയാണ്? 3 ക്യാരക്ടർ ആണ്. HTML 4 ആണ്. ഈ പറഞ്ഞ XML-ഉം എന്താണ്? ഒരു എക്സ്റ്റൻഷൻ ആണ്. അത് എത്രയാണ്? 3 ക്യാരക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് 3 അല്ലെങ്കിൽ 4 ക്യാരക്ടർ ആണ് ഒരു എക്സ്റ്റൻഷനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു ഫയലിന്റെ ടൈപ്പ്, ഒരു ഫയൽ ടൈപ്പ് ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യം എന്താണ്? അത് എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആണ്. പവർ പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന 2 എക്സ്റ്റൻഷൻ നമ്മൾ കണ്ടു, PPTX-ഉം അതുപോലെ PPSX. PPS എന്ന് പറയുന്നത് എന്താണ്? പവർ പോയിന്റ് ഷോ. PPT എന്താണ്? പവർ പോയിന്റ് പ്രസന്റേഷൻ. ഓക്കെ, ക്ലിയർ ആണ്. ദെൻ അടുത്ത ചോദ്യമാണ്, സൂം വാല്യൂ ഓഫ് വേർഡ് ആകാം, എക്സൽ ആകാം, പവർ പോയിന്റ് ആകാം. സൂം വാല്യൂ പഠിക്കുന്ന സമയത്ത് നമ്മൾ 3 വാല്യൂസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മിനിമം, ഡീഫോൾട്ട്, മാക്സിമം. ഓക്കെ, മിനിമം വരുന്നത് വേർഡിന്റെ മിനിമവും പവർ പോയിന്റിന്റെ മിനിമവും അതുപോലെ എക്സലിന്റെ മിനിമവും സെയിം ആണ്. ഓക്കെ, മിനിമം എത്രയാണ്? 10% വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും മിനിമം സൂം വാല്യൂ എത്രയാണ്? 10%. ഇനി മാക്സിമം എത്രയാണ്? വേർഡിനകത്ത് 500%, പവർ പോയിന്റിനകത്തും 500%. അതുപോലെ എക്സലിലേക്ക് വരുന്ന സമയത്ത് എത്രയായിട്ടുണ്ട്? അത് 400 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണ്, നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം വേർഡിനകത്തെ മാക്സിമം സൂം വാല്യൂ എത്രയാണ്? 500 ആണ്. എക്സലിൻ്റെ ഇത് 400 ആണ്. പവർ പോയിന്റിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും അത് സൂം വാല്യൂ മാക്സിമം 500 ആണ്. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ് ഡീഫോൾട്ട് വാല്യൂ. നമ്മൾ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ട് കാണുന്ന വാല്യൂ ആണ് ഡീഫോൾട്ട് വാല്യൂ. ഓക്കെ, അത് വേർഡിനകത്ത് എത്രയാണ്? 100%. എക്സലിനകത്തും 100%. പവർ പോയിന്റിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ. സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്ത്, സ്ക്രീനിന്റെ സൈസിനനുസരിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ സൈസിനനുസരിച്ച് ആ കാണുന്ന വാല്യൂല്, ഡീഫോൾട്ട് വാല്യൂല് ചേഞ്ചസ് ഉണ്ടാകാം. പ്രോബബ്ലി 68 ആണ് മിക്ക സ്ക്രീനിലും. പക്ഷേ നമുക്കത് വാല്യൂ ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല, കാരണം സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. വാല്യൂസ് ഓർത്തിരിക്കുക, എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഡീഫോൾട്ട് പേജ് ഓറിയന്റേഷൻ ഓഫ് വേർഡ് എന്നാകാം, എക്സൽ എന്നാകാം, പവർ പോയിന്റ് എന്നാകാം. അതും ഒരു ചോദ്യമാണ്. ഏതാണ് ഡീഫോൾട്ട് ഓറിയന്റേഷൻ എന്നുള്ളൊരു ചോദ്യം വരും. ഡീഫോൾട്ട് പേജ് ഓറിയന്റേഷൻ നമുക്കറിയാം. പേജ് ഓറിയന്റേഷൻ 2 ആണ്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ലെങ്ത് വൈസ് അറേഞ്ച്മെന്റ് ആണ് പോർട്രേറ്റ്, വിഡ്ത്ത് വൈസ് അറേഞ്ച്മെന്റ് ആണ് ലാൻഡ്സ്കേപ്പ്. ഇനി നോക്കുക, വേർഡിനകത്തും എക്സലിനകത്തും പേജ് ഓറിയന്റേഷൻ എന്താണ്? പോർട്രേറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, പവർ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് അതെന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ഓക്കെ, അപ്പോൾ പേജ് ഓറിയന്റേഷൻ വേർഡിനകത്തും എക്സലിനകത്തും എന്താണ്? പോർട്രേറ്റ് ആണ്. പവർ പോയിന്റിനകത്ത് ലാൻഡ്സ്കേപ്പ് ആണ്. പിന്നെ ഓർക്കുക, പോർട്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് വൈസ് ആണ്. അതുപോലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് വിഡ്ത്ത് വൈസ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് കരുതുന്നു.
സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, എനിവേ ഫൈൻ, താങ്ക് യു.